മനു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ ഒരു ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇങ്ങനൊരു വാക്ക് കേട്ടിട്ട് മനുവിനോട് ഇത് ഗുഡ് മോർണിംഗ് എന്ന് പറയുവാൻ ഉള്ള ഒരു മനസ്സിപ്പോഴില്ല. സത്യത്തിൽ ആ വാക്കുകൾ നമ്മളേക്ക് അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു പ്രതീക്ഷ, ഒരു കുടുംബത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ കണ്ണുനീരാണ് നമ്മൾ കണ്ടത്. തകർന്നുപോയ ഒരു ഭർത്താവ്, നഷ്ടമായ ഒരു കുടുംബം, അവിടെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിൽക്കേണ്ടി വരും, എനിക്കങ്ങനെ തളരാൻ പറ്റില്ലോ എന്ന് അവർ പറയുമ്പോൾ ആ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അവരുടെ ശ്രമമാണ്. അതിനെതിരെ കോൺഗ്രസ് കൊടുത്ത തിരിച്ചടികളുടെ ഒരു വേദനയാണ് അവർ പങ്കുവെച്ചത്. അത് നേരിട്ട് കേട്ട ഒരാളാണ് മനു. അപ്പോൾ ആ ഒരു വാക്കുകൾക്ക് ശേഷം അവിടെ എന്തായിരുന്നു, പിന്നീട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്യാൻ പറ്റുക? ഒരു വല്ലാത്ത വേദന തോന്നുന്നു ആ വാക്കുകൾ കേൾക്കുമ്പോൾ. തീർച്ചയായും ഗുഡ് മോർണിംഗ് സിന്ദൂരി പറഞ്ഞതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാൻ പറ്റിയൊരു വാർത്തയല്ല. കാരണം അത്രമാത്രം സങ്കടത്തോടെ, വേദനയോടെയാണ് പത്മജ എന്നോട് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ പത്മജ എന്നോട് ഓഫ് റെക്കോർഡായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എനിക്കതിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം വലിയൊരു വേദന ഒരു കുടുംബം സ്വന്തം മുന്നിൽ തകർന്നു വീഴുന്നത് ആ പെൺകുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ മുന്നോട്ട് പോകാൻ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ പോകുന്നൊരവസ്ഥ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ആ കുടുംബത്തെ എങ്ങനെ നശിപ്പിച്ചു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അത്രമാത്രം വേദനയോടെയാണ് പറയുന്നത്. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിനി നാട്ടിൽ നിൽക്കാൻ കഴിയില്ല മനു എന്നാണ് പത്മജ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം അത്രമാത്രം രൂക്ഷമായ സൈബർ ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും മോശം കമൻറ്റുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എന്നോട് ഓഫ് റെക്കോർഡായി പറഞ്ഞത്, ഞങ്ങൾ ഈ നാട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റെവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഇനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി ആ കുടുംബത്തിലേക്ക് വന്നു കയറിയതാണ് പത്മജ എന്ന് പറയുന്ന പെൺകുട്ടി. കോഴിക്കോടാണ് അവരുടെ വീട്. ഈ NM വിജയൻ്റെ മകൻ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. വലിയ സന്തോഷത്തോടെ ജീവിച്ചൊരു കുടുംബമാണ്. പക്ഷേ ഈ അവരുടെ ആരോപണം അനുസരിച്ച് IC ബാലകൃഷ്ണൻ്റെ ഈ സാമ്പത്തിക ഇടപാടുകൾ, നിയമന ഇടപാടുകൾ, അതിന് NM വിജയനെ കരുവാക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. വലിയ തുകകൾ പല മനുഷ്യരുടെ കൈകളിൽ നിന്ന് വാങ്ങി അതൊക്കെ NM വിജയൻ്റെ തലയിലേക്കാവുകയും ഒടുവിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 100 പവൻ സ്വർണം കൊണ്ടാണ് ആ പെൺകുട്ടി വീട്ടിലേക്ക് കയറി വന്നത്. ആ 100 പവൻ സ്വർണം വിൽക്കേണ്ടി വന്നിരിക്കുന്നു ഈ പലരുടെയും കടങ്ങൾ തീർക്കാനായിട്ട്. അവരുടെ വീടിരിക്കുന്ന ഭൂമിയടക്കം പണയപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു കടങ്ങൾ തീർക്കാനായിട്ട്. സുൽത്താൻ ബത്തേരി നഗരത്തിൽ അവർക്കൊരു കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, അതടക്കം കൊടുക്കേണ്ടി വന്നിരിക്കുന്നു അവർക്ക്. ഇനി അവർക്ക് ഒന്നുമില്ല. ആ പെൺകുട്ടിയുടെ ഒരു ബൊട്ടീക്ക്, ഡിസൈനർ ബൊട്ടീക്ക് ഉണ്ട്. ആ ബൊട്ടീക്കിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിൻ്റെ ബലത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ ഭർത്താവിന് സ്ട്രോക്ക് അടക്കം വന്നിരിക്കുന്നു. ഈ അച്ഛൻ്റെ മരണത്തിന് ശേഷം അവർ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വീണു പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് പെസഹ വ്യാഴാഴ്ച ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിനുശേഷം ഇന്നലെയാണ് അവർ ഡിസ്ചാർജ് ചെയ്ത് വന്നത്. ഇന്നലെ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് വന്ന് വൈകുന്നേരമാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വലിയ ബില്ലുകൾ കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ സാമ്പത്തികമായി, മാനസികമായി അടിമുടി തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ക്രൂരതയാണ് യഥാർത്ഥത്തിൽ അവരോട് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത്. കാരണം അവർ പറയുന്നത്, പ്രിയങ്ക ഗാന്ധി അടക്കം അവരുടെ വീട്ടിൽ നേരിട്ട് എന്നോട് പറഞ്ഞതാണ്, പ്രിയങ്ക ഗാന്ധി ഞങ്ങളുടെ വീട്ടിൽ നേരിട്ട് വന്ന് ഞങ്ങളുടെ ഒരു കുടുംബത്തിലൊരാൾ വന്ന് കയറുന്നത് പോലെ അവരുടെ ഈ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ കൊടുത്ത വെള്ളമടക്കം കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരാളായി നിന്ന് ഞങ്ങളോട് സംസാരിച്ചതാണ്. പോകാൻ നേരത്ത് പറഞ്ഞത്, NM വിജയൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ, വിജയേട്ടൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കും. അവരോട് പറഞ്ഞ് നിങ്ങളുടെ ആ തുക എടുത്തു പറഞ്ഞത്, അതായത് 2.5 കോടി രൂപയുടെ ബാധ്യതയും ഞങ്ങൾ പരിഹരിക്കും, നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ അവസരവും ഇത് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരും എന്നിട്ട് പറഞ്ഞത്, ഈ വിഷയം ഇപ്പോൾ വിവാദമാക്കാൻ ശ്രമിക്കുന്നത് CPIM-ന്റെ രാഷ്ട്രീയ ഇടപെടൽ കാരണമാണ്, നിങ്ങൾ അതിൽ വീഴരുത്, നിങ്ങൾ കോൺഗ്രസ് കുടുംബമാണ് എന്ന് പ്രിയങ്ക ഗാന്ധി അവരോട് നേരിട്ട് പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആരാണെങ്കിലും വിശ്വസിച്ചു പോകില്ലേ? കാരണം കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, വയനാടിൻ്റെ MP ആണ്. ആ കുടുംബവും അവർ വിശ്വസിച്ചു, അവർ കോൺഗ്രസിൻ്റെ കൂടെ നിന്നു, കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചു. പക്ഷേ ഈ പറഞ്ഞു പോയതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാതായപ്പോഴാണ് അവർക്ക് മാധ്യമങ്ങളുടെ മുൻപിലേക്ക് വരേണ്ടി വന്നത്. അങ്ങനെ ഉപസമിതി വരുന്നത് നമുക്കറിയാം. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വം ഒരു ഉപസമിതിയെ നിയോഗിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ. ഈ പത്മജനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരോട് പറഞ്ഞു, നേരത്തെ ആ ഓഡിയോ അടക്കം പുറത്തു വന്നതാണ്, അതായത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ കഴിയും, പക്ഷേ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല മോളെ, അവരാണ് ഇത് ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ഉപസമിതിയെ നയിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞുവെന്നാണ് എന്നോട് പത്മജ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ അതിനുശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി T. സിദ്ദിഖും ഒപ്പം തന്നെ വണ്ടൂർ MLA ആയ അനിൽകുമാർ അനിൽകുമാറിനെ അടക്കമാണ് ഇവർ ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഇരുവരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. സിദ്ദിഖ് 2-3 വട്ടമൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നു. സിദ്ദിഖിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയും പത്മജയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നു.
ആ എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോൾ ടി സിദ്ദീഖ് അവരോട് പറഞ്ഞത്, ഈ എഗ്രിമെന്റ് നമുക്ക് വക്കീലിന്റെ ഓഫീസിൽ സൂക്ഷിക്കാം, ഇത് ഞങ്ങളും നിങ്ങളും കൊണ്ടുപോകേണ്ട ഓഫീസിൽ സൂക്ഷിക്കാം എന്ന് പറഞ്ഞു. അവരവിടെ എഗ്രിമെന്റ് ഒപ്പുവയ്ക്കുന്നു. ആ എഗ്രിമെന്റ് വക്കീലിന്റെ ഓഫീസിൽ കൊടുത്തിട്ട് പോകുന്നു. അതിനുശേഷം ഈ എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാമെന്ന് കരുതി ഇവർ വക്കീലിന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ വക്കീൽ ഇവരോട് പറയുകയാണ്, ആ എഗ്രിമെന്റ് തലേ ദിവസം, അതായത് ഈ ഒപ്പിട്ട് പോയി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അത് ടി സിദ്ദീഖിന്റെ ആളുകൾ വന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് പറയുകയാണ്. അത്രമാത്രം വലിയ വഞ്ചന അവരോട് കാണിച്ചിരിക്കുന്നു. KPCC പ്രസിഡന്റ്, അതായത് സണ്ണി ജോസഫ് MLA ഇവർ ഇരിട്ടിയിൽ പോയി കണ്ട് ഈ പറയുന്ന രേഖകളെല്ലാം ഹാജരാക്കി എല്ലാം നൽകിയതാണ്. അപ്പോൾ ഞാൻ പഠിച്ചതിന് ശേഷം നമുക്ക് വിശദമായ നടപടികൾ, നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് സണ്ണി ജോസഫ് ഉറപ്പ് കൊടുക്കുന്നു. പക്ഷേ ഈ പഠിക്കാമെന്ന് പറഞ്ഞു പോയ ആളെ പിന്നീട് അവർ കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം അവരുടെ വീട്ടിൽ വരുന്നു, എല്ലാം പരിഹരിക്കാമെന്ന് പറയുന്നു. പതിവ് പോലെ തന്നെ ഈ പറഞ്ഞു പോയ വാക്കല്ലാതെ മറ്റൊന്നും ഉണ്ടാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. സത്യത്തിൽ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി സിന്ദൂരി അവരോട് സംസാരിച്ചപ്പോൾ. രാഷ്ട്രീയത്തിലൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു അല്പം മനുഷ്യത്വം ഉണ്ടാകില്ലേ? ഞാൻ അവരോട് ചോദിച്ചപ്പോൾ